ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ ബി.ജെ.പിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്ന് തകർത്തു കഴിഞ്ഞിരിക്കുന്നു. നവീൻ പട്നായിക്കിന്റെ 24 വർഷം നീണ്ട ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് ഒഡീഷയിൽ ബി.ജെ.പി അധികാരത്തിലെത്തിയത്. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ടാണ് ബി.ജെ.പി ലോക്സഭയിലും എത്തിയിരിക്കുന്നത്. ആകെയുള്ള 21 സീറ്റുകളിലും 20ഉം ബി.ജെ.പി തൂത്തുവാരുകയായിരുന്നു. എന്നാൽ ഒഡീഷയിൽ ബി.ജെ.പി നേടിയ അട്ടിമറി വിജയത്തിന്റെ കള്ളക്കണക്കുകൾ പൊളിഞ്ഞു വീഴുകയാണ്. ഒഡീഷയിൽ നടന്ന 2024 തെരഞ്ഞെടുപ്പ് കണക്കുകളിലെ അതീവ ഗൗരവകരമായ പൊരുത്തക്കേടുകളെക്കുറിച്ചുള്ള അന്വേഷണാത്മക റിപ്പോർട്ട് മാഗസീനിൽ പ്രസിദ്ധീകരിച്ചു. റിപ്പോർട്ട് പ്രകാരം ഒഡീഷയിലെ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ വൻതോതിലുള്ള വ്യത്യാസങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വോട്ടെടുപ്പിൽ ലോക്സഭയ്ക്കും നിയമസഭയ്ക്കും രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരാൾ വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയാൽ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരേപോലെ വോട്ട് രേഖപ്പെടുത്താറാണ് പതിവ്. എന്നാൽ ഒഡീഷയിൽ ഇത് സംഭവിച്ചിട്ടില്ല എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദേൻകനാൽ ലോക്സഭാ മണ്ഡലത്തിൽ നിയമസഭയേക്കാൾ 486 വോട്ടുകൾ കുറവാണ് ലോക്സഭയ്ക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കന്ധമാലിലാകട്ടെ ലോക്സഭയിൽ 3521 വോട്ടുകൾ കൂടുതലായും കാണുന്നു. ഒഡീഷയിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിൽ 500 മുതൽ 4000 വരെ വോട്ടുകളുടെ ഇത്തരത്തിലുള്ള അസ്വാഭാവികമായ വ്യത്യാസം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബിജു ജനതാദൾ വോട്ടിംഗ് കണക്കുകളിലെ ഈ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദമായ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിക്കുന്നത് ഫോം 17C-യും ഫോം 20 തമ്മിലുള്ള അന്തരം തന്നെയാണ്. ഒരു ബൂത്തിൽ എത്ര വോട്ട് രേഖപ്പെടുത്തിയെന്നതിന്റെ ഔദ്യോഗിക രേഖയാണ് ഫോം 17C. വോട്ട് എണ്ണി കഴിയുമ്പോൾ ഓരോ ബൂത്തിലും എത്ര വോട്ട് ലഭിച്ചു എന്നതിന്റെ കണക്കാണ് ഫോം 20. നിയമപരമായി ഈ രണ്ട് കണക്കുകളും കൃത്യമായി പൊരുത്തപ്പെടേണ്ടതുണ്ട്. എന്നാൽ ഒഡീഷയിലെ 147 നിയമസഭാ മണ്ഡലങ്ങളിലായി 58 ബൂത്തുകളിൽ വൻതോതിലുള്ള പൊരുത്തക്കേടുകൾ ബി.ജെ.ഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ഫുൽബാനിലെ 57-ാം നമ്പർ ബൂത്തിലെ കണക്കുകളാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. അവിടെ 682 പേർ വോട്ട് ചെയ്തതായി ഫോം 17C പറയുമ്പോൾ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ ലഭിച്ച വോട്ടുകളുടെ എണ്ണം 0 അതായത് അവിടെ രേഖപ്പെടുത്തിയ 682 വോട്ടുകളും അപ്രത്യക്ഷമായിരിക്കുന്നു. വോട്ടുകൾ നഷ്ടപ്പെടുക മാത്രമല്ല, ഇല്ലാത്ത വോട്ടുകൾ പെട്ടിയിൽ വന്നു ചേരുന്ന പ്രവണതയും ഇതിലുപരി ഗൗരവമുള്ളതാണ്. ബദംപൂർ മണ്ഡലത്തിലെ 14 ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തിയത് വെറും 82 പേർ മാത്രമാണ്. എന്നാൽ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ലഭിച്ചത് 9304 വോട്ടുകളാണ്. പോൾ ചെയ്തതിനേക്കാൾ 9222 വോട്ടുകൾ അധികമായി എവിടെ നിന്ന് വന്നു എന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകുന്നില്ല. തെരഞ്ഞെടുപ്പ് ദിവസത്തെ പോളിംഗ് ശതമാനത്തിലുണ്ടായ വൻ വർധനവാണ് മറ്റൊരു സുപ്രധാന വിഷയം. പോളിംഗ് ദിവസം വൈകുന്നേരം 5 മണിക്ക് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകളും രാത്രി വൈകി പുറത്തുവന്ന കണക്കുകളും തമ്മിൽ അസാധാരണമായ അന്തരമുണ്ട്. ചില മണ്ഡലങ്ങളിൽ പോളിംഗ് ശതമാനം രാത്രിക്ക് രാത്രി 7 മുതൽ 30% വരെയാണ് ഉയർന്നിരിക്കുന്നത്. നിലവിലെ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി വിജയിച്ച കേന്ദുജാർ മണ്ഡലത്തിലാണ് വോട്ട് ശതമാനത്തിൽ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. രാത്രി വൈകി ഇത്രയധികം ആളുകൾ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടോ അതോ കണക്കുകളിൽ തിരിമറി നടന്നോ എന്ന സംശയമാണ് ഇവിടെ ബലപ്പെടുന്നത്. വോട്ടെണ്ണൽ പൂർത്തിയാക്കി മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ കണക്കുകളിൽ കൃത്യത വരുത്താൻ സാധിച്ചിട്ടില്ല എന്നത് തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നിട്ടുണ്ടോ എന്ന സംശയത്തെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വിവരാവകാശ നിയമപ്രകാരം എല്ലാ ബൂത്തുകളിലെയും ഫോം 17C ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മിക്ക ജില്ലകളിൽ നിന്നും രേഖകൾ നൽകാൻ അധികൃതർ തയ്യാറായിട്ടില്ല. പല അപേക്ഷകളും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നതോടെ ഒഡീഷയിൽ ബി.ജെ.പി നേതൃത്വം നെട്ടോട്ടമോടുകയാണ്. കമ്മീഷനെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഒഡീഷയിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.